وأتموا الحج والعمرة لله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അഹ് വകുല്ല ബിദ്അത്തിൻ ളലാലഹ്. അയ്യുഹൽ ഇഖ്വാനു വൽ അഖ്വാത്ത് ഊസീകും വഇയ്യായ അവ്വലൻ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ വിജ്ഞാനം അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ലോകത്തെമ്പാടുമുള്ള മുഴുവൻ വിശ്വാസികളുടെയും ആവേശവും ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത്. പരിശുദ്ധ കഅബക്ക് നേരെ നമ്മൾ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുമ്പോൾ നമസ്കരിക്കാനുള്ള ഒരു ദിശ എന്നതു മാത്രമല്ല, ഓർമ്മ വെച്ച നാൾ മുതൽ നാം അറിയുകയും അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ള പരിശുദ്ധ കഅബ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വികാരമാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ബലികർമ്മത്തിൽ, നമ്മുടെ ഉറക്കം, ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളുടെ ഖബറുകളിൽ മയ്യത്ത് തിരിച്ചു വച്ചിട്ടുള്ളത് എല്ലാം ആ പരിശുദ്ധ കഅബക്ക് നേരെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹജ്ജ് കർമ്മശാസ്ത്രപരമായി നിർബന്ധമാകുന്ന, സാമ്പത്തികമായും ശാരീരികമായുമൊക്കെ കഴിവുള്ള ആളുകൾ മാത്രമല്ല, എല്ലാ ആളുകളും, ദരിദ്രരായ ആളുകളും അനാരോഗ്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളും വാർദ്ധക്യം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളും എല്ലാവരും കൊതിക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ചെയ്യൽ നിർബന്ധമില്ലാത്തവർ പോലും ആഗ്രഹിക്കുന്ന ഏക കർമ്മവും ഹജ്ജ് തന്നെ ആയിരിക്കും. അത്തരത്തിലുള്ള ആഗ്രഹം അപൂർവമായി ലഭിക്കുക എന്നതാണ് സാധാരണ വിശ്വാസികൾക്ക് ഉണ്ടാകാറുള്ളത്. അങ്ങനെയുള്ള ഹജ്ജ് കർമ്മത്തിന്, അതുപോലെ ഉംറ നിർവഹിക്കുന്നതിനൊക്കെ മക്കത്ത് വരെ പോയി എന്നതുകൊണ്ട്, മക്കയിലോളം ചെന്നു എന്നതുകൊണ്ട് ആഗ്രഹിക്കുന്ന പ്രതിഫലം അല്ലാഹു തആല നൽകിക്കൊള്ളണം എന്നില്ല. യഥാർത്ഥത്തിലുള്ള ഹജ്ജിൻ്റെ, ഉംറയുടെ പ്രതിഫലത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തും ബൈനഹുമ വൽ ഹജ്ജുൽ മബ്രൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരു ഉംറ മറ്റൊരു ഉംറ വരെ ഉള്ളതിന് പ്രായശ്ചിത്തമാണ്. ഹജ്ജ്, പുണ്യകരമായ ഹജ്ജ്, അതിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നാണ്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ് ഇത്. അപ്പോൾ സ്വർഗമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് കൊണ്ട് ലഭിക്കാനുള്ളത്, സ്വർഗത്തിൽ കുറഞ്ഞ ഒന്നുമല്ല. പക്ഷേ ആ മഹത്തരമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ മക്കയിലോളം പോയാൽ മാത്രം മതിയാവുകയില്ല. ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടും മതിയാവുകയില്ല. ശരീരം കൊണ്ട് അവിടെ തങ്ങി എന്നതുകൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല ഉംറയുടെയും ഹജ്ജിൻ്റെയും പരിശുദ്ധ ഹറമിൻ്റെയും പുണ്യം എന്ന് പറയുന്നത്. അവിടെ താമസിക്കുന്ന എല്ലാവർക്കും പുണ്യം ലഭിക്കുമായിരുന്നെങ്കിൽ, അവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഹിദായത്ത് ലഭിക്കുമായിരുന്നെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനേക്കാൾ കഅബയോട് അടുത്തത് അബൂജഹലിൻ്റെ വീടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിനെ സ്വീകരിക്കാത്ത ആളുകൾ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെതിരെ വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ച ആളുകൾ, പിശാചിൻ്റെ സൈന്യമായി മുന്നേറിയിരുന്ന ആളുകൾ, അവരും മക്കയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അവരും ഹറമിന് സമീപത്തായിരുന്നു താമസിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ ആദ്യകാലത്ത് കേന്ദ്രമായി സ്വീകരിച്ചിരുന്ന അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് ദാറുൽ അർഖം, അത് പരിശുദ്ധ കഅബയോട് ചേർന്ന് നിൽക്കുന്നതാണ്. എന്നാൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ആസൂത്രണങ്ങൾ നിർവഹിച്ചിരുന്ന ദാറുൻ നദ്വ എന്ന് പറയുന്നതും ആ പരിശുദ്ധ കഅബയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വീട് തന്നെയാണ്, ഒരു കേന്ദ്രം തന്നെയാണ്. അപ്പോൾ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത, അവിടെയുള്ള പള്ളിയുടെ പ്രത്യേകത, അത് ഉപകാരപ്പെടണമെങ്കിൽ വേറെ ചില ഒരുക്കങ്ങൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ്. എന്താണ് ആ ഒരുക്കം? ആ ഒരുക്കം അള്ളാഹുവിൻ്റെ അതിഥികളായി അവിടെ എത്തണം എന്നുള്ളതാണ്. ലയൂഫുർ റഹ്മാൻ, കാരുണ്യവാൻ്റെ അതിഥിയായിട്ട് അവിടെ എത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് ലഭിക്കുകയുള്ളൂ, ഹജ്ജ് കൊണ്ട് ഉംറ കൊണ്ട് ഉള്ള പ്രതിഫലം ലഭിക്കുകയുള്ളൂ, ആ പുണ്യപ്രദേശത്ത് ചെന്നു നിന്നത് അള്ളാഹു തആല ഖബൂൽ ചെയ്യുകയുള്ളൂ. ലോകത്തുള്ള ഏത് പള്ളിയിൽ നിന്നും നമസ്കരിച്ചാൽ ലഭിക്കുന്നതിനേക്കാൾ 1,00,000 മടങ്ങ് പ്രതിഫലം ലഭിക്കും പരിശുദ്ധ കഅബയുടെ അടുത്തു ചെന്ന് നിസ്കരിക്കുന്ന ഒരാൾക്ക്, മസ്ജിദുൽ ഹറാമിൽ ചെന്ന് നിസ്കരിക്കുന്ന ഒരാൾക്ക്. പക്ഷേ അതിന് ഈ ഒരുക്കങ്ങൾ അനിവാര്യമാണ് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യവാൻ്റെ അടിമകളായിക്കൊണ്ട്, കാരുണ്യവാൻ്റെ അതിഥികളായിക്കൊണ്ട് അവിടെ ചെല്ലുന്ന ആളുകൾക്ക് മാത്രമാണ് ആ പുണ്യം ലഭിക്കുകയുള്ളൂ. കാരുണ്യവാൻ്റെ അതിഥികളാകണമെങ്കിലോ ഇബാദുർ റഹ്മാനായി മാറണം, കാരുണ്യവാൻ്റെ അടിമകളായി മാറണം, അള്ളാഹുവിൻ്റെ മുമ്പിൽ ജീവിതത്തെ സമർപ്പിക്കുന്നവരായി മാറണം. അതുകൊണ്ട് ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾ, ഉംറയ്ക്ക് വേണ്ടി പോകുന്ന ആളുകൾ ഒരുങ്ങുമ്പോൾ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ആ പോകുന്ന ആളുകൾക്കുണ്ടാവും. ഇതെന്തൊക്കെയാണ് അവിടെ ചെന്നിട്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങളുണ്ടാകും. ഹജ്ജിനൊക്കെ പോയിട്ട് ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ചില ആളുകളൊക്കെ ഞാൻ ചെയ്തത് ശരിയായിട്ടുണ്ടോ, അറഫയിൽ അങ്ങനെ തന്നെ ആയിരുന്നോ നിൽക്കേണ്ടത്, മുസ്തലിഫയിൽ അങ്ങനെ തന്നെ ആയിരുന്നോ കിടക്കേണ്ടത്, മിനയിൽ അങ്ങനെ തന്നെ ആയിരുന്നോ രാപ്പാർക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കാണാം. അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ജാഗ്രതയാണത്. എന്നാൽ ആ അനുഷ്ഠാനങ്ങൾ യഥാർത്ഥത്തിൽ വളരെ ലളിതമാണ്. ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ വളരെ ലളിതമാണ്. പോകാനൊരുങ്ങുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അതിഥികളായി തന്നെയാണ് ഞങ്ങൾ പോകുന്നത് എന്ന് ഉറപ്പുവരുത്താനാണ് യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. നിങ്ങൾ പാഥേയമൊരുക്കുക, പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ നടത്തുക. എന്നാൽ അറിയേണ്ടത് യഥാർത്ഥത്തിൽ തഖ്വയാകുന്നു ഏറ്റവും ശ്രേഷ്ഠകരമായ പാഥേയം എന്നാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല പാഥേയം സാദ് എന്ന് പറയുന്നത് തഖ്വയാണ്. വത്തഖൂനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകളെ, കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുന്ന ആളുകളെ, നിങ്ങൾ എന്നോട് തഖ്വ കാണിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറയിൽ
അല്ലാഹു തആല ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. തഖ്വ എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതും കേവലമായ അനുഷ്ഠാനങ്ങൾ ശരിപ്പെടുത്തുക എന്നതല്ല. തഖ്വയും മനുഷ്യ ജീവിതവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ലാ യളിമുഹു വലാ യഖ്ദുലുഹു വലാ യഹ്ഖിറുഹു. അതുകൊണ്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആക്രമിക്കാൻ പാടില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് വഞ്ചന കാണിക്കാൻ പാടില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ നിസ്സാരനായി കാണാൻ പാടില്ല. അത്തഖ്വാ ഹാഹുന. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വ എന്നാൽ ഇവിടെയാണ്. ഹൃദയത്തിലേക്ക് കാണിച്ചുകൊണ്ട്, നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്, യുഷീറു ഇലാ സുദ്രിഹി സലാസ മറ, 3 തവണ അത് ആവർത്തിച്ചു. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വ ഇവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിലേക്ക് കൈ ചൂണ്ടി കാണിച്ച സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് അതൊരു ഹദീസിൻ്റെ മധ്യഭാഗമാണ്. അത്തഖ്വാ ഹാഹുന എന്ന് പറയുന്നത്. അതിന് മുൻപ് പറഞ്ഞത് എന്താണ്? നിങ്ങളൊരാളെയും ആക്രമിക്കാൻ പാടില്ല എന്നാണ്. നിങ്ങളൊരാളോട് വഞ്ചന കാണിക്കാൻ പാടില്ല എന്നാണ്. നിങ്ങളൊരാളെയും നിസ്സാരനായി കാണാൻ പാടില്ല എന്നതാണ്. അതിനുശേഷമാണ് തഖ്വ എവിടെയാണ് എന്ന് ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെയും അവസാനിപ്പിക്കുന്നില്ല. ബിഹസ്ബിംറിഇൻ മിനശ്ശർരി അൻ യഹ്ഖറ അഖാഹുൽ മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മുസ്ലിമിനെ നിസ്സാരനായി കാണുക എന്നതു തന്നെ മതി ഒരാൾക്ക് തിന്മയായി, പാപമായി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒന്നുകൂടി പറഞ്ഞു, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വമാലുഹു വഇർദുഹു. ഇതിനോട് സമാനമായൊരു പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ടാണ്. മനുഷ്യൻ്റെ സമ്പത്തിനെക്കുറിച്ച്, മനുഷ്യൻ്റെ അഭിമാനത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ രക്തത്തെക്കുറിച്ച് അത് പവിത്രമാണ്, ഹറാമുൻ അലൈക്കും എന്ന് പറഞ്ഞത് ഹജ്ജിനോടനുബന്ധിച്ചാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന് നിഷിദ്ധമായതാണ് എന്താണ്? അവൻ്റെ രക്തം ചിന്തുക എന്നത്, അതുപോലെ അവൻ്റെ സമ്പത്ത് തട്ടിയെടുക്കുക എന്നത്, അവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക എന്നതൊക്കെ ഒരു മുസ്ലിമിന് നിഷിദ്ധമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അഥവാ മനുഷ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ വിശദമായും വ്യക്തമായും പറയുന്നതിന് മധ്യയാണ് തഖ്വ ഹൃദയത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് വരുമ്പോൾ, ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ഹാജയെ സംബന്ധിച്ചിടത്തോളം, ഹാജിയെയും ഹാജയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ സാദ് ഒരുക്കുമ്പോൾ, തഖ്വ ഒരുക്കുമ്പോൾ, അത് തൻ്റെ ചുറ്റുപാടുകളിലുള്ള ബന്ധുമിത്രാദികളോട്, അയൽക്കാരോട്, സഹോദരന്മാരോട്, കുടുംബക്കാരോട് എല്ലാവരോടുമുള്ള ബന്ധം നന്നാക്കി തീർക്കുക എന്നതാണ് ഏറ്റവും സവിശേഷമായ സാദ്, ഏറ്റവും സവിശേഷമായ പാഥേയം എന്ന് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 1-ാമത്തെ ആയത്താണ് ഞാൻ ആദ്യമായി ഓതിയിട്ടുള്ളത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് തഖ്വ കാണിക്കുക. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ ഒരേ ഒരുത്തനിൽ നിന്ന് സൃഷ്ടിച്ചവനാകുന്നു അവൻ. വഖലഖ മിൻഹാ സൗജഹാ, ആ ഒരുത്തനിൽ നിന്ന് തന്നെ അവൻ്റെ ഇണയെയും സൃഷ്ടിച്ചിട്ടുള്ളവനാകുന്നു നിങ്ങളുടെ റബ്ബ്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി ലോകത്ത് ധാരാളക്കണക്കിന് സ്ത്രീ പുരുഷന്മാരെ വ്യാപിപ്പിക്കുകയും ചെയ്തവനാകുന്നു നിങ്ങളുടെ റബ്ബ്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തിയാണോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, ആ അള്ളാഹുവിനോട് നിങ്ങൾ തഖ്വ കാണിക്കുക. വൽ അർഹാം, കുടുംബബന്ധവും നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹുവിനോട് തഖ്വ കാണിക്കുക, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വൽ അർഹാം, ആ കുടുംബബന്ധത്തിലും നിങ്ങൾ തഖ്വ കാണിക്കുക, ആ കുടുംബബന്ധവും നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ 4 കാര്യങ്ങൾ, അടിസ്ഥാനപരമായ 4 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്, ഈ ലോകത്തിന് ഒരു അധികാരിയുണ്ട്, ആ അധികാരി അള്ളാഹുവാണ് എന്നുള്ളതാണ്.
കാര്യങ്ങൾ തീരുമാനിക്കാനും നിയമങ്ങളുണ്ടാക്കാനും വ്യവസ്ഥപ്പെടുത്താനും അത് നോക്കി നടത്താനും അതിന് പ്രതിഫലം നൽകാനും വിജയപരാജയങ്ങളെ നിർണയിക്കാനും എല്ലാറ്റിനും ഉടമസ്ഥനായി ഒരുത്തനുണ്ട്, റബ്ബുണ്ട് എന്നതാണ് ഈ ആയത്ത് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തെ സന്ദേശം, എല്ലാവരെയും പടച്ചിട്ടുള്ളത് ഒരേ ആത്മാവിൽ നിന്നാണ്. നമ്മളുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്നു ചില ആളുകൾ താണ ആളുകൾ, ചില ആളുകൾ ഉയർന്ന ആളുകൾ, ചിലത് നല്ല തറവാട്, വേറെ ചിലത് അത്ര എത്താത്ത അതിൽ താഴെ നിൽക്കുന്ന തറവാട്. ഇങ്ങനെ ആളുകളെ തമ്മിൽ വിഭജിക്കുകയും തട്ടുകളായി തിരിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമോ അനുവാദപ്രകാരമോ അല്ല. എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ഒരുത്തനിൽ നിന്ന് തന്നെയാകുന്നു എന്നാണ്. ഇനി പുരുഷന്മാരെ മാത്രം അങ്ങനെയും സ്ത്രീകളെ വേറെയുമല്ല, അതേ പുരുഷനിൽ നിന്ന് തന്നെയാണ് സ്ത്രീകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വരുമ്പോൾ ആണും പെണ്ണുമെല്ലാം അള്ളാഹുവിൻ്റെ മാത്രം അടിമകളാണെന്നും ഒരേ ആത്മാവിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് എന്നുമാണ്. മൂന്നാമത്തെ കാര്യം, ഈ ലോകത്തുള്ള എല്ലാവരുടെയും പിതാവ് ഒരാളാണ്, ആദമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും മറ്റൊരാളുടെ മേൽ പ്രത്യേകമായ ശ്രേഷ്ഠതകളില്ല എന്നാണ്. നാലാമത്തെ കാര്യം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ട്, പരസ്പരം സേവനം ചെയ്യുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളക്കൊടുക്കകൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം ഒരേ അള്ളാഹുവിൻ്റെ ഒരേ ആത്മാവിൽ നിന്ന് തന്നെ തുടർന്ന് വന്നിട്ടുള്ള, ഒരേ ഒരുത്തനിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചിട്ടുള്ള സൃഷ്ടികൾ തമ്മിലുള്ള ബന്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നത് അയാളോട് കാണിക്കുന്ന ഔദാര്യമല്ല, ഒരാൾ മറ്റൊരാളെ സംരക്ഷിക്കുന്നത് അയാളോട് കാണിക്കുന്ന ഔദാര്യമല്ല, നേരെ മറിച്ച് അള്ളാഹുവിനോടുള്ള ബന്ധമാണ്. എൻ്റെ സൃഷ്ടാവ് തന്നെയാണ് അവൻ്റെയും സൃഷ്ടാവ്, അവളുടെയും സൃഷ്ടാവ് എന്നതാണ് ആ സഹായത്തിൻ്റെ പോലും അടിസ്ഥാനം എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ ലോകത്ത് ഒറ്റയായി വന്നതല്ല എന്നതാണ്. മനുഷ്യൻ, ഒന്നാമത്തെ മനുഷ്യൻ തന്നെ കുടുംബമായിക്കൊണ്ടാണ് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്, ആദമും ഹവ്വയും എന്ന കുടുംബമായിക്കൊണ്ട്. കുടുംബമായാണ് മനുഷ്യൻ്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ എന്നതാണ് ഖുർആൻ നൽകുന്ന പാഠം. ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ അവൻ്റെ നാഗരികത വികാസം പ്രാപിക്കുമ്പോൾ പുതിയതായി കണ്ടെത്തിയിട്ടുണ്ട്, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയ ഒട്ടനേകം കണ്ടുപിടുത്തങ്ങളിൽ ഒന്നല്ല കുടുംബമെന്ന് പറയുന്ന സംവിധാനം. അത് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് തന്നെ ഈ ലോകത്ത് മനുഷ്യന് സമ്മാനമായി, ഔദാര്യമായി, പ്രത്യേകമായ ചില ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളതാണ് എന്നതാണ് ഖുർആനിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് കുടുംബത്തെ മാറ്റി നിർത്താൻ സാധ്യമല്ല എന്നുള്ളത്. വളരെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ഉമ്മ അവനെ ഗർഭം ധരിക്കുകയും പിന്നീട് പ്രസവിക്കുകയും പിന്നീട് മുലയൂട്ടുകയും ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ നിന്ന് സ്വന്തം കുഞ്ഞിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മ, മാതാവ്, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ ഉറക്കമിളച്ച് ത്യാഗം സഹിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന പിതാവ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഥവാ ഉമ്മയും ഉപ്പയും മാതാവും പിതാവും എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അത് കുടുംബഘടനയുടെ, കുടുംബ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് അവൻ വളർന്നു വരുമ്പോൾ, അവൻ യുവാവായിരിക്കുമ്പോൾ അവനൊരു ഭാര്യയുണ്ടാകുന്നു, അല്ലെങ്കിൽ അവൾക്ക് ഒരു ഭർത്താവുണ്ടാകുന്നു. ഇതും അനിവാര്യമായ ബന്ധങ്ങളാണ്. ഇത് കുടുംബ വ്യവസ്ഥയുടെ ഭാഗമാണ്. അഥവാ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉടനീളം വാർദ്ധക്യം പ്രാപിക്കുമ്പോൾ മക്കൾ അവനെ തിരിച്ച് സംരക്ഷിക്കുക എന്നതാണ്. ഇനി അഥവാ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകൾ പോലും അഭയം തേടുന്നത് പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കൃത്രിമമായ മറ്റ് കുടുംബങ്ങളിലാണ്. അഥവാ വൃദ്ധസദനങ്ങളും അതുപോലെയുള്ളതുമൊക്കെ കുടുംബാന്തരീക്ഷം പുനഃസൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ ശ്രമമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് കുടുംബമായി കൊണ്ടാണ്. കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗമാണ് പരിശുദ്ധ ഹറമിലേക്ക് പോകുന്നത്, പരിശുദ്ധ ഹജ്ജിന് വേണ്ടി പോകുന്നത്. അതുകൊണ്ട് കുടുംബ ബന്ധത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള കർശനമായ നിർദ്ദേശങ്ങൾ കേട്ട ഒരു അടിമയാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ അതിഥിയായി പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ തഖ്വയെക്കുറിച്ച് പറഞ്ഞ ഖുർആൻ, ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ തഖ്വയാണ് ഏറ്റവും നല്ല പ്രധാനപ്പെട്ട, ഏറ്റവും ഉത്തമമായ സാദ്, പാഥേയം എന്ന് പഠിപ്പിച്ച ഖുർആൻ കുടുംബ ബന്ധത്തെ നിലനിർത്താനുള്ള
കർശനമായ നിർദ്ദേശമാണ് നൽകുന്നത്. വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഅദ്ദാർ. അള്ളാഹുവോടുള്ള ബാധ്യത, ആ ബാധ്യത ഉറപ്പിച്ചതിന് ശേഷം അത് ലംഘിക്കുകയും അള്ളാഹു താല കൂട്ടിയിണക്കാൻ കൽപ്പിച്ചതിനെ അറുത്തുകളയുകയും അതുപോലെ എന്നിട്ട് വയുഫ്സിദൂന ഫിൽ അർദ് ഭൂമിയിൽ ഫസാദുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ ഉലൈക ലഹുമുൽ ലഅന അവരാകുന്നു ശപിക്കപ്പെട്ട ആളുകൾ, വലഹും സൂഉദ്ദാർ അവർക്കാണ് ചീത്തയായ ഭവനമുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വളരെ കൃത്യമാണ്. അല്ലാഹു തആല പുലർത്താൻ ആവശ്യപ്പെട്ട, കൂട്ടിയിണക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങൾ എന്നതാണ്. ഉമ്മയുമായുള്ള ബന്ധം, ഉപ്പയുമായുള്ള ബന്ധം, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം, മറ്റ് ബന്ധുക്കൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധം. കുടുംബം എന്ന് പറയുമ്പോൾ ഒരാളുടെ ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടികളും എന്ന ഒരു കാഴ്ചപ്പാടല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനപ്പുറത്ത് വിശാലമായ കുടുംബ ബന്ധത്തെക്കുറിച്ചാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ കുടുംബ ബന്ധത്തിൻ്റെ വിശാലതയിൽ എളാപ്പയുണ്ട്, മൂത്താപ്പയുണ്ട്, അമ്മായിയുണ്ട്, അമ്മാവനുണ്ട്, വെല്ലിപ്പയുണ്ട്, വെല്ലിമ്മയുണ്ട്. അങ്ങനെ തൻ്റെ വളർച്ചയിൽ കൗതുകത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി നോക്കി നിന്ന ആളുകൾ, സഹായം ചൊരിഞ്ഞ ആളുകൾ, തൻ്റെ വളർച്ചയിൽ പ്രാർത്ഥന മൂലവും അല്ലാതെയും പങ്കുവഹിച്ചിട്ടുള്ള ആളുകൾ, തൻ്റെ ജനനത്തിൽ അഭിമാനം കൊണ്ടിട്ടുള്ള ആളുകൾ, അങ്ങനെ തന്നെ ഉറ്റുനോക്കുന്ന, എന്നെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനം കൊള്ളുന്ന, എന്നെക്കുറിച്ച് അഭിമാനിക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, അകലങ്ങളിലും അടുത്തുമൊക്കെയായുള്ള മുഴുവൻ കുടുംബങ്ങളും, ആ കുടുംബങ്ങളുമായുള്ള ബന്ധം നിലനിർത്തുക എന്ന് പറയുന്നത് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ് എന്നാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരു ഹദീസുണ്ട്, അത് 3 കാര്യങ്ങൾ, ആ 3 കാര്യങ്ങളെക്കുറിച്ചാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ 3 കാര്യങ്ങൾ മൂർച്ചയുള്ള നാവുമായി കൊണ്ടാണ് പരലോകത്ത് വരിക എന്ന്. മൂർച്ചയുള്ള നാവുമായി വരും. അതിൽ ആദ്യമായി വരുന്നത് കുടുംബ ബന്ധമാണ്. ആ കുടുംബ ബന്ധം അക്രമിയായ, അവിശ്വാസിയായ, അല്ലാഹു തആലക്ക് പൊരുത്തമില്ലാതെ ജീവിച്ച ആളെക്കുറിച്ച് പറയും, റബ്ബേ ഞാൻ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തത് വിശ്വസ്തതയാണ്. വിശ്വസ്തത പറയും, റബ്ബേ ഞാൻ ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് അനുഗ്രഹം, അത് വന്നിട്ട് പറയും, റബ്ബേ ഞാൻ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കുടുംബം പിന്നീട് പറയും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പരസ്പരം പുലർത്താൻ ആവശ്യപ്പെട്ട ബന്ധങ്ങളെ പുലർത്തുന്നവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ അടിമകളായി മാറാൻ കഴിയൂ. അള്ളാഹുവിൻ്റെ അടിമകളായി മാറിയവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ അതിഥികളായി മാറാൻ കഴിയൂ. അള്ളാഹുവിൻ്റെ അതിഥികളായി കൊണ്ട് പുണ്യഭൂമിയിൽ ചെന്നവരുടെ ലബ്ബൈക്ക് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ചില ഹാജിമാർ അവിടെ വന്നിട്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയും, പക്ഷേ ലാ ലബ്ബൈക്ക്, ആ ലബ്ബൈക്ക് ഇവിടെ വേണ്ടതില്ല, നിങ്ങളുടെ ആ ഉത്തരം ഇവിടെ ആവശ്യമില്ല എന്ന് ആകാശലോകത്ത് നിന്ന് അവരോട് വിളിച്ചു പറയും എന്നതാണ്. അത് നിർഭാഗ്യവാന്മാരായ ആളുകളാണ്. അത് തൻ്റെ ജീവിത ചുറ്റുപാടിൽ നിലനിർത്താൻ ആവശ്യപ്പെട്ട ബന്ധങ്ങൾ നിലനിർത്താതെ, മനുഷ്യരുമായി ഉണ്ടാകേണ്ടുന്ന നല്ല ബന്ധങ്ങൾ നിലനിർത്താതെ ഇവിടെ നിന്ന് പുണ്യഭൂമിയിലേക്ക് മോക്ഷം തേടിപ്പോയ ആളുകളെ സംബന്ധിച്ചാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവരുടെ കയ്യിൽ ജാതില്ല, അവരുടെ കയ്യിൽ പാഥേയമില്ല, അവരുടെ കയ്യിൽ തഖ്വയില്ല. തഖ്വ ഉണ്ടാകുന്നത് മുസ്ലിം ബന്ധങ്ങളുമായി, ബന്ധുക്കളുമായി, തൻ്റെ ചുറ്റുപാടുകളിലുള്ളവരുമായി നല്ല ബന്ധം നിലനിർത്തുമ്പോഴാണ് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയും കെട്ടുപിണഞ്ഞു കിടക്കുന്ന, ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന കുടുംബത്തെ, ബന്ധുക്കളെയാണ് തൽക്കാലത്തേക്ക് ഹജ്ജിന് വേണ്ടി ഹാജിമാർ വെടിയുന്നത്. അതുകൊണ്ടാണത് ത്യാഗമാകുന്നത്. വെടിയാൻ ഇഷ്ടമുള്ളവരെ വെടിയുക എന്നതല്ല ത്യാഗം, കൂടെ നിൽക്കാൻ ഇഷ്ടമുള്ളവരെ വെടിയുക എന്നതാണ് ത്യാഗം എന്ന് പറയുന്നത്. എപ്പോഴും ഒന്നിച്ചു നിൽക്കണമെന്ന് കരുതുന്നവരോട് യാത്ര പറഞ്ഞു പോകുമ്പോഴാണല്ലോ അത് ത്യാഗമായി മാറുന്നത്. ആ ഒരു ത്യാഗമാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിലൂടെ ഹാജിമാർ നിർവഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തിനാണ് ഈ വിട ചൊല്ലൽ? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വിടവാങ്ങുന്നത്?
കൂടുതൽ ശക്തമായി തിരിച്ചു വരാൻ വേണ്ടിയാണ്. ഇനിയും ജാഗ്രത പാലിക്കുന്ന, ബന്ധങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്ന, തഖ്വ കാണിക്കുന്നവരായി തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു പോക്കാണ് പോകുന്നത് എന്നതാണ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാനമാണ് എന്ന്. ജീവിതത്തിൻ്റെ അവസാനമല്ല ഹജ്ജ്. ജീവിതത്തിന് കരുത്തുള്ള, ജീവിതത്തിന് മുന്നോട്ട് പോകാൻ വളരെ ശക്തമായ ഒരു പിൻബലം, ഇന്ധനം, അത് ശേഖരിക്കുവാൻ വേണ്ടിയുള്ള പോക്കാണ്. നമുക്കറിയാമല്ലോ സ്വഹാബിമാർ ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജ്, ആ വിടവാങ്ങൽ ഹജ്ജ് നബിയുടെ ജീവിതത്തിലെ ഏക ഹജ്ജാണ്. അന്ന് നബിയോടൊപ്പം ഹജ്ജ് നിർവഹിച്ചിരുന്ന നബിയുടെ അനുയായികൾ അവരുടെ ദൗത്യം ആരംഭിക്കുകയാണ് ചെയ്തത് ഹജ്ജോടുകൂടി. അവരുടെ വാഹനങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു നിന്നോ ആ ദിശകളിലേക്ക് വാഹനങ്ങൾ ഓടിച്ചുപോയി എന്ന് പറഞ്ഞാൽ അവർ ദൗത്യം സ്വീകരിക്കുകയും ആ ദൗത്യം ലോകത്തിൻ്റെ വിവിധ നാടുകളിൽ വ്യാപിപ്പിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 1,00,000 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന ഹറം, അവിടുത്തെ 5 വക്ത് നമസ്കാരം, ആ 5 വക്ത് നമസ്കാരം ഇനി നിർവഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് മക്കയോട് വിട ചൊല്ലി പോകുന്ന ഒരു സ്വഹാബിക്ക് അറിയാം. പക്ഷേ മക്കയോട് വിട ചൊല്ലി വ്യത്യസ്ത നാടുകളിൽ പോയി തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ആ ഹറമിലെ നമസ്കാരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പള്ളിയില്ലാത്ത, മദ്രസയില്ലാത്ത, ഇസ്ലാമിക അധ്യാപനങ്ങൾ എത്തിയിട്ടില്ലാത്ത, അറബി അറിയാത്ത അങ്ങനെയുള്ള വിദൂര ദിക്കുകളിലേക്ക് അവർ പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പരിശുദ്ധ ഹറമിൽ നിന്ന്, ആ ഹറമിൻ്റെ പരിസരത്ത് നിന്ന്, അവിടെയുള്ള പുണ്യസ്ഥലങ്ങളിൽ നിന്ന്, അവിടെയുള്ള ചരിത്ര സംഭവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ആവേശവും ഈമാനും ദീനും സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായി കുടുംബങ്ങളിലേക്ക് തിരിച്ചു വരണം. കൂടുതൽ ശക്തമായി കുടുംബങ്ങളിൽ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്താൻ തിരിച്ചു വരണം. ആ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പോക്കാണ് യഥാർത്ഥത്തിൽ കുടുംബങ്ങൾ വെടിഞ്ഞു പോകുന്നത്. കൂടുതൽ ഉന്മേഷത്തോടെ ഉണരാൻ വേണ്ടി ഉറങ്ങി വിശ്രമിക്കുന്നത് പോലെയാണ് ഈ കുടുംബങ്ങളിൽ നിന്ന് താൽക്കാലികമായി വിട ചൊല്ലിക്കൊണ്ട് ഒരു ഹാജി പരിശുദ്ധ കഅബക്ക് അരികിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹാജി നേരെ ചെല്ലുന്നത് എങ്ങോട്ടാണ്? കഅബയുടെ അടുത്തേക്കാണ്. ഞാൻ പറഞ്ഞു, നമുക്കെല്ലാവരുടെയും മനസ്സിൽ വലിയ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയുമാണ് കഅബ. ആ കഅബ എന്ന് പറയുന്ന നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യം കൊണ്ടോ അല്ല കഅബ പ്രത്യേകമായി മാറുന്നത്. കഅബയിൽ ഉള്ള കൊത്തുപണികൾ കൊണ്ട്, അതിൻ്റെ ചുവരുകളിൽ നിർമ്മിച്ചിട്ടുള്ള എന്തെങ്കിലും ഭൗതികമായ സൗകര്യങ്ങൾ കൊണ്ടല്ല യഥാർത്ഥത്തിൽ കഅബ പ്രസക്തമാകുന്നത്. അത് വളരെ ലളിതമായ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിലേക്ക് ഒരു ഹാജി കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ പരിസരത്ത് ഒരു നല്ല കുടുംബത്തെ അവർക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. ഒരു നല്ല കുടുംബം അവിടെയുണ്ട്. ഒരു ആദർശ കുടുംബമാണ് ആ കഅബയുടെ ആദ്യാവകാശികൾ എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ ആ ഓർമ്മ നമുക്ക് ആവേശം പകരേണ്ടതാണ്. അവിടെ മഖാമു ഇബ്രാഹിം കാണുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കയറി നിന്ന, പ്രാർത്ഥനയ്ക്ക് നിന്ന സ്ഥലമാണ്. ആ സ്ഥലം കാണുമ്പോൾ ഒരു പിതാവിനെ കൂടിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ആ പിതാവ് ഹാജറ എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ അല്ലെങ്കിൽ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠയായ ഒരു വനിതയുടെ ഇണ കൂടിയാണ്, അല്ലെങ്കിൽ തുണ കൂടിയാണ്. നമ്മൾ മലയാളത്തിൽ ഭർത്താവ് എന്ന് ഭാഷാപരമായി അതെത്രത്തോളം ശരിയാണ് എന്ന ചർച്ചയുണ്ടെങ്കിലും നമ്മുടെ മലയാളത്തിൽ ഭർത്താവ് എന്ന് പറയുന്ന ഇണ, തുണ, സൗജ് എന്നതാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമയെ ഓർമ്മിക്കുമ്പോൾ ഒരു കുടുംബനാഥനെ കൂടിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഹാജറയുടെ ഭർത്താവായ, ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമയെ നമുക്കവിടെ വെച്ച് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അകക്കണ്ണുകൊണ്ട് എന്നതാണ്. അതിന് തൊട്ടപ്പുറത്ത് ഹിജർ ഇസ്മായിൽ നമ്മൾ കാണുമ്പോൾ, കഅബയോട് ചേർന്ന് അർദ്ധവൃത്താകൃതിയിലുള്ള ചുവർ കാണുമ്പോൾ ഹാജറ റളിയല്ലാഹു അൻഹ എന്ന മാതാവ് സ്വന്തം മകന് പാല് കൊടുക്കാൻ വേണ്ടി ചാരിയിരുന്ന ആ ചെരുവ് നമ്മൾ കാണുകയാണ്. അവിടെയും ഒരു കുടുംബത്തെ നമ്മുടെ അകക്കണ്ണുകൊണ്ട് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട്. സഫയും മർവയും ഹാജറയുടെ കാൽപാദങ്ങളെ നമുക്ക് വീണ്ടും ഓർമ്മിപ്പിച്ച് തരുന്നതാണ്. സ്വന്തം കുഞ്ഞിന് ദാഹിച്ചപ്പോഴാണ് ഒരുമ്മ ആ സഫയിലേക്ക് ഓടിക്കയറുന്നത്, പിന്നീട് അവിടെ നിന്നും ഇറങ്ങി മർവയിലേക്ക് ഓടിക്കയറുന്നത്. ഇങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ, ഇസ്മായിൽ അലൈഹിസ്സലാമയുടെ, ഹാജറ റളിയല്ലാഹു അൻഹയുടെ
കാൽപാദങ്ങളും അവരുടെ ജീവിതവും അങ്ങനെയുള്ള ഒരു ആദർശ കുടുംബത്തെ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന പരിശുദ്ധ കഅബയുടെ തിരക്കും അവിടെയുള്ള ഭൗതിക സൗകര്യങ്ങളും അവിടെയുള്ള ഒരു വർണ്ണശബളിമയും ഇല്ലാത്ത കാലത്താണ് ആ കുടുംബം അവിടേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് ആ കുടുംബം അവിടേക്ക് ചെന്നത്? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ആ കുടുംബം അങ്ങോട്ട് ചെന്നത്. പാറക്കല്ലുകളുടെ കരിമ്പാറകളുടെ നാടായ ആ മക്കയിൽ അത്തരത്തിലുള്ള ഒരു ചെറിയ പാറയുടെ മുകളിൽ കയറിയിരുന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ഇറങ്ങി നടക്കുകയാണ്. പിറകിൽ നിന്ന് ഹാജറ റളിയല്ലാഹു അൻഹ ചോദിച്ചു, തൻ്റെ മടിയിലുള്ളത് പറക്കമുറ്റാത്ത കൈക്കുഞ്ഞാണ്, ഒന്നിനും സാധിക്കാത്ത നിസ്സഹായനായ കുഞ്ഞാണ്. അല്ല, എങ്ങോട്ടാണ് ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ മൗനമാണ് ഉത്തരം. വീണ്ടും വീണ്ടും ചോദിച്ചു. പിന്നീട് ആ മാതാവ്, ആ ഭാര്യ ചോദിക്കുന്നത്, അല്ലാഹു അമറക ബിഹാദ, അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണോ താങ്കൾ പോകുന്നത് എന്നാണ്. അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ പിന്നെ എങ്കിലെനിക്ക് അള്ളാഹു മതി എന്നാശ്വസിക്കാൻ, അങ്ങനെ സമാധാനിക്കാൻ, അങ്ങനെ കരുത്താർജിക്കാൻ കഴിഞ്ഞ ഒരു വീട്ടുകാരി, ഒരു കുടുംബക്കാരി, ഒരു മാതാവ്, ഒരു ഭാര്യ ഹാജറ, അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ജനവാസമില്ലാത്ത, വെള്ളം ലഭിക്കാത്ത, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു പ്രദേശത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് പോയി താമസിക്കാൻ തീരുമാനമെടുത്ത, അള്ളാഹുവിൻ്റെ തീരുമാനത്തെ മനസ്സ് തുറന്ന് സന്തോഷപൂർവ്വം സ്വീകരിച്ച ഒരു കുടുംബത്തെ നമുക്കവിടെ വെച്ച് കാണാൻ, ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൻ്റെ സൗകര്യമെന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബത്തിൻ്റെ സൗകര്യമെന്ന് പറഞ്ഞാൽ വലിയ വീടാണോ? കുടുംബത്തിൻ്റെ സൗകര്യമെന്ന് പറഞ്ഞാൽ നല്ല വാഹനമാണോ? കുടുംബത്തിൻ്റെ സൗകര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് വരുമാനമാണോ? കുടുംബത്തിൻ്റെ സൗകര്യം എന്നത് പൂന്തോട്ടങ്ങളുടെ പേരാണോ? കുടുംബത്തിൻ്റെ സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ ആഹ്ലാദപരമായ ആഘോഷങ്ങളാണോ? അതിനെല്ലാം അപ്പുറത്ത് കുടുംബത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ആദർശമാണ് എന്ന അധ്യാപനമാണ് ഇബ്രാഹിം ഈ കുടുംബം നൽകുന്നത്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷറഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലിന് വേണ്ടി സ്വലാത്തു ചൊല്ലാൻ, പ്രാർത്ഥിക്കാൻ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠകരമായ ഒരു സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു സ്വലാത്ത് നമ്മൾ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് എന്ന് തുടങ്ങുന്ന സ്വലാത്താണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ആ സ്വലാത്തിനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ അള്ളാഹു അനുഗ്രഹിക്കണം, ഇബ്രാഹീമിനെ അനുഗ്രഹിച്ചതുപോലെ എന്നാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തെ അള്ളാഹു അനുഗ്രഹിക്കണം, ഇബ്രാഹീമിൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ എന്നാണ്. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു, എൻ്റെ കുടുംബം ഇബ്രാഹീമിൻ്റെ കുടുംബം പോലെയാകണം എന്ന്. എൻ്റെ കുടുംബത്തിന് അനുഗ്രഹം ലഭിക്കണം, ഇബ്രാഹീമിൻ്റെ കുടുംബത്തിന് അനുഗ്രഹം ലഭിച്ചതുപോലെ എന്ന്. അള്ളാഹു നമ്മോടും പറയുന്നു, മില്ലത അബീക്കും ഇബ്രാഹീം, നിങ്ങൾ ഇബ്രാഹീമിൻ്റെ, നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിൻ്റെ മില്ലത്തിലാകുന്നു ഉള്ളത് എന്ന്. അഥവാ ഓരോരുത്തരും പുണ്യഭൂമിയിലെത്തുന്നത്, ഓരോരുത്തരുടെയും കുടുംബവും കുടുംബബന്ധവും ഇബ്രാഹീമിൻ്റെ കുടുംബം പോലെ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കുടുംബബന്ധം പോലെ, ആ കുടുംബബന്ധം ചേർക്കൽ പോലെ, സൂക്ഷ്മത പോലെ ആയിത്തീരണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഹജ്ജ് കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ് തിരിച്ചു വരേണ്ടത്. ഇബ്രാഹീമിൻ്റെ കുടുംബം പോലെ സ്വന്തം കുടുംബത്തെ പരിവർത്തിപ്പിക്കുവാനുള്ള ആ ശേഷിയും കരുത്തും ഈമാനും കൊണ്ടാണ് ഓരോരുത്തരും അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടത് എന്നതാണ്. അങ്ങനെ കുടുംബത്തെപ്പോലെ, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കുടുംബത്തെപ്പോലെ ആകാൻ പ്രാർത്ഥിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായി പറയുന്നത്, ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന ഓരോരുത്തരും, ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഓരോരുത്തരും ആദ്യം പോകേണ്ടത് തങ്ങളുടെ കുടുംബങ്ങളിലേക്കാണ്. സ്വന്തം വീട്ടിലുള്ള ആളുകളെ മാത്രമല്ല, ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കുവാൻ എത്രത്തോളം മാതാപിതാക്കൾ ത്യാഗം സഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പെൺകുട്ടികളുള്ളവർക്കും ഇല്ലാത്തവർക്കുമൊക്കെ അറിയാം.
പ്രത്യേകിച്ചും പുതിയ കാലത്ത് ഒരു പെൺകുട്ടിയെ അവൾക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകി, അവൾക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും നൽകി, അതിനെല്ലാം ഉപരി അവളുടെ സുരക്ഷ അത് കണ്ണു തുറന്ന് ജാഗ്രതയോടെ നോക്കി നിന്ന് ഒരു പെണ്ണിനെ വളർത്തി വലുതാക്കിയെടുക്കാൻ എത്രമാത്രം ത്യാഗം സഹിക്കുന്നുണ്ട്. എങ്കിൽ അങ്ങനെ ഒരു പെണ്ണിന് വിദ്യാഭ്യാസവും ഭക്ഷണവും നൽകി അവൾക്ക് ദീനും അനുഷ്ഠാനങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് വളർത്തി വലുതാക്കി തൻ്റെ ജീവിതത്തിന് ഇണയായി സമ്മാനിച്ചിട്ടുള്ള വീടാണ് ഭാര്യ വീട് എന്ന് പറയുന്നത്. ഭാര്യയുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ച് ആ പുരുഷൻ്റെ ജീവിത സഖിയായിക്കൊണ്ട് അവന് വേണ്ടി ഊണുമുറക്കമൊഴിക്കാൻ താല്പര്യപ്പെടുന്ന, അവനെ പ്രേമിക്കുകയും അവനോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുന്ന, അവന് താങ്ങും തണലും നൽകുന്ന, എല്ലായ്പ്പോഴും അവനോടൊപ്പം നിൽക്കുന്ന ഒരു സഹായിയെ, ഒരു ഇണയെ ഉണ്ടാക്കി പരിശീലിപ്പിച്ച് വളർത്തിയെടുത്ത് ദാനമായി നൽകിയിട്ടുള്ള ഒരു വീടാണ് ഭാര്യ വീട് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണോ ഭാര്യ വീടിനോടുള്ള നമ്മുടെ നിലപാട് എന്നത് പ്രത്യേകിച്ചും പരിശുദ്ധ മണ്ണിലേക്ക് പോകുന്നവരും അല്ലാത്തവരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട വസ്തുതയാണ്. ഭാര്യയുടെ ഉപ്പ ആരാണ്? ഭാര്യയുടെ ഉമ്മ ആരാണ്? യഥാർത്ഥത്തിൽ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനെ സൽക്കരിക്കുകയും അവനെ ബഹുമാനിക്കുകയും അവനെ ആദരിക്കുകയും അവനെ എപ്പോഴും അവൻ്റെ മുമ്പിൽ എല്ലാ അർത്ഥത്തിലും വിനയം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടുന്നവരാണോ ഭാര്യയുടെ പിതാവും ഭാര്യയുടെ മാതാവും എന്ന് പറയുന്നത്? ഇസ്ലാമികമായ വീക്ഷണത്തിൽ അമ്മായിമ്മയും അമ്മോശനുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അമ്മോശനും അമ്മായിമ്മയും എന്ന കാഴ്ചപ്പാട് തന്നെ ഇസ്ലാമിനില്ല. പിന്നെ ആരാണ്? അവർ പിതാവ് തന്നെയാണ്. ഭാര്യയുടെ പിതാവ് സ്വന്തം പിതാവാണ്, ഭാര്യയുടെ മാതാവ് സ്വന്തം മാതാവാണ്. തിരിച്ചും അങ്ങനെയാണ്. ഭർത്താവിൻ്റെ പിതാവ് എന്ന് പറയുന്നത് അമ്മോശനല്ല, ഭർത്താവിൻ്റെ മാതാവ് എന്ന് പറയുന്നത് അമ്മായിമ്മയല്ല, ഭർത്താവിൻ്റെ മാതാവ് സ്വന്തം മാതാവാണ്. ഭർത്താവിൻ്റെ പിതാവ് സ്വന്തം പിതാവാണ്. അഥവാ ഒരാൾ വിവാഹം ചെയ്യുന്നതോടെ ഒരു പുരുഷനും ഒരു സ്ത്രീയും അവർക്ക് പിന്നെ രണ്ട് മാതാവും രണ്ട് പിതാവും ഉണ്ടാവുക എന്ന അത്ഭുതകരമായ കൗതുകകരമായ ഒരു ബന്ധത്തിൻ്റെ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ നോക്കുക, അയാൾ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ആ പെണ്ണിൻ്റെ ഉമ്മയുമായി ഉള്ള ബന്ധം ആരംഭിക്കുന്നത്. പക്ഷേ ആ പെണ്ണിനെ അയാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള അനിവാര്യ സന്ദർഭങ്ങളിലെ അനുവാദമാണല്ലോ വിവാഹമോചനം എന്ന് പറയുന്നത്. അങ്ങനെ വിവാഹമോചനം ചെയ്യേണ്ടി വന്നാൽ ആ വിവാഹമോചനത്തിന് ശേഷം ആ വിവാഹമോചനം ചെയ്യപ്പെട്ട ഭാര്യയുടെ ഉമ്മയുമായുള്ള ബന്ധം ഒഴിവാകുന്നില്ല എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ ഉപ്പയുമായുള്ള ബന്ധം ഒഴിവാകുന്നില്ല എന്നുള്ളതാണ്. ഒരു കാലത്തും മുറിച്ചു മാറ്റാൻ സാധ്യമല്ല എന്നതാണല്ലോ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകത. ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. ആളുകൾ ചിലപ്പോൾ ദേഷ്യം വരുമ്പം പറയും, എനിക്കിങ്ങനെ ഒരു ഉമ്മല്ല, എനിക്കിങ്ങനെ ഉപ്പല്ല, ഞാനുമായിട്ട് ബന്ധമില്ല, എനിക്കിങ്ങനെ മക്കളില്ല എന്നൊക്കെ ദേഷ്യം വരുമ്പോൾ വിവരക്കേട് പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് മാതാപിതാക്കളോടുള്ള ബന്ധം. അതേ ഭാര്യയുടെ മാതാപിതാക്കളോടും ഭർത്താവിൻ്റെ മാതാപിതാക്കളോടുമുള്ള ബന്ധം എന്ന് പറയുന്നത് മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ്, കാലാകാലവും നിലനിൽക്കുന്നതാണ്. കാലാകാലവും നിലനിൽക്കുന്ന ഒരു ബന്ധമാണത്. ബന്ധമുണ്ടായത് വിവാഹത്തിലൂടെയാണ് എന്നത് നേര്. പക്ഷേ ആ വിവാഹം റദ്ദ് ചെയ്യപ്പെട്ടാലും ആ വിവാഹത്തിലൂടെ ഉണ്ടായ ബന്ധം റദ്ദ് ചെയ്യപ്പെടുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയാണോ ഇത്രയും ഗൗരവത്തോടെയും ഇത്രത്തോളം അർത്ഥവ്യാപ്തിയിലും ഉള്ള ഒരു ബന്ധമാണോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായി പെണ്ണിനുള്ളത്, ഭാര്യയുടെ വീട്ടുകാരുമായി ആണിനുള്ളത് എന്നതിനെക്കുറിച്ച് പുനരാലോചിക്കുകയും ഹജ്ജിന് പോകാനൊരുങ്ങുമ്പോൾ തൻ്റെ ബന്ധുവീടുകളിലേക്ക് കടന്നു ചെന്നിട്ട് ആളുകൾക്കിടയിൽ നിന്ന് പഠിച്ച തെറ്റായ വിദ്യാഭ്യാസ നിമിത്തം നാട്ടിൽ നിലനിന്ന മാമൂലുകൾ കൊണ്ട് ഉണ്ടായിത്തീർന്ന തെറ്റായ നിലപാടുകൾ ഒക്കെ ഓർത്തെടുത്തുകൊണ്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ, അത് പൊരുത്തപ്പെടിക്കാൻ, വളരെ ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ, ആ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അള്ളാഹുവിന് എന്നോട് പൊരുത്തമുണ്ടാവുക എന്ന തിരിച്ചറിവോടുകൂടി, അപ്പോൾ മാത്രമാണ് കാരുണ്യവാൻ്റെ അതിഥികളിൽ എനിക്ക് അംഗത്വം ലഭിക്കുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവോടുകൂടി അങ്ങനെ ആ കുടുംബ ബന്ധം നന്നാക്കാൻ വേണ്ടി നമ്മൾ കുടുംബങ്ങളിലേക്ക് പോവുക. അതുപോലെ തന്നെ നമ്മുടെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പിതാവിൻ്റെ ജ്യേഷ്ഠനും അനുജനും എന്ന് പറയുന്നത് എന്താണ്? അവരോടുള്ള നമ്മുടെ ബന്ധം. നമ്മുടെ ജനനത്തിൽ സന്തോഷിച്ചവരായിരുന്നു അവർ, നമ്മളുടെ വളർച്ചയിൽ വളരെ വളരെ സന്തോഷിച്ചവരായിരുന്നു അവർ.
പലപ്പോഴും നമുക്ക് താങ്ങും തണലുമായി നിന്നവരായിരുന്നു അവർ. അതുപോലെ എന്നെ സ്നേഹിക്കുകയും എന്നെ നിലനിർത്തുകയും ചെയ്ത എൻ്റെ പിതാവിൻ്റെ വളർച്ചയിലും പിതാവിൻ്റെ ജീവിതത്തിലും ഒരുപക്ഷെ നാം അറിയാത്ത ഒരുപാട് വലിയ പങ്കും സഹായവും ചെയ്തവരായിരുന്നു അവർ. അതൊക്കെ കഴിഞ്ഞ നാളുകളിലെ ഓർമ്മ മാത്രമാണ് ഇന്നവർക്ക്. അവർ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് സങ്കടമുണ്ടാവുകയില്ല, പ്രതീക്ഷിച്ചവർക്ക് നിരാശയുണ്ടാകും. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് സ്വയമേവ സങ്കടം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് പിതാവിൻ്റെ സഹോദരന്മാരോടുള്ള ബന്ധം മുറിച്ചു കളയാൻ കഴിയാത്ത ബന്ധമാണ്. പിതാവിൻ്റെ സഹോദരിമാരോടുള്ള ബന്ധം മുറിച്ചു കളയാൻ കഴിയാത്ത ബന്ധമാണ്. മാതാവിൻ്റെ സഹോദരിമാരോടുള്ള ബന്ധം, മാതാവിൻ്റെ സഹോദരന്മാരോടുള്ള ബന്ധം മുറിച്ചു കളയാൻ കഴിയാത്തതാണ്. ഒരാളുടെ പദവി എത്രത്തോളം വർദ്ധിച്ചു എന്നിരിക്കട്ടെ, ഒരാളുടെ പദവി എത്ര താണുപോയി എന്നിരിക്കട്ടെ, ഈ ബന്ധങ്ങൾ അതിൻ്റെ ദൂരവ്യത്യാസങ്ങൾ യാതൊരു നിലക്കും മാറ്റമുണ്ടാകുന്നില്ല. ഏത് കൂട്ടർക്ക് സമ്പത്ത് വർദ്ധിച്ചാലും പദവി വർദ്ധിച്ചാലും ആർക്ക് സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചാലും ഇല്ലാതായിപ്പോയാലും ബന്ധങ്ങളിൽ ആദ്യമുള്ള അതേ ദൂരം തന്നെയാണ്, അല്ലെങ്കിൽ അതേ അടുപ്പം തന്നെയാണ് ജീവിതാന്ത്യം വരെ ഉള്ളത് എന്ന ബോധം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ അവരോടൊക്കെ ബന്ധമുണ്ടാക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധമുണ്ടാക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമി മില്ലത്തിലേക്കാണ് നമ്മളെ ക്ഷണിച്ചത്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഇബ്രാഹിമി മില്ലത്താണ് എന്നാണ് നമ്മോട് പറഞ്ഞത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കുടുംബം പോലെ ആകണം എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. എങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ഇബ്രാഹിമി മാതൃക എന്ന് പറയുന്നത്, ഇസ്ലാമികമായ ജീവിതം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ എല്ലാ വിശാലതലങ്ങളിലുമുള്ള ബന്ധങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ സംഘർഷമുണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ, മുശ്രിക്കുകളും മുഅ്മിനീങ്ങളുമായി വേർതിരിഞ്ഞ സന്ദർഭങ്ങൾ, അതല്ലെങ്കിൽ ഏറ്റുമുട്ടലിൻ്റെ യുദ്ധത്തിൻ്റെ അന്തരീക്ഷങ്ങൾ. അങ്ങനെ ഏറ്റവും സന്നിഗ്ധമായ ഘട്ടങ്ങളിൽ പോലും അവിശ്വാസികളാണെങ്കിലും ബന്ധുക്കളോട് ബന്ധം നിലനിർത്തണമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ, അവർക്ക് നിങ്ങൾ സഹായം നൽകണം, അവരോട് നിങ്ങൾ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. മാതാവിനെക്കുറിച്ച് ഒരാൾ ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാവ് വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും അവരുടെ കാര്യം, പക്ഷേ മാതാവിനോടുള്ള ബന്ധം നിലനിർത്തേണ്ടതുണ്ട് എന്നാണ്. സഹോദരി സഹോദരന്മാരോടുള്ള ബന്ധം നിലനിർത്തേണ്ടത് എന്നാണ്. അതുപോലെ മുലകുടി ബന്ധത്തിലെ മാതാവ്, മുലകുടി ബന്ധത്തിലെ മക്കൾ, അതൊക്കെയുള്ള ബന്ധം പവിത്രമാണ്, അത് നിലനിർത്തണം എന്നാണ്. മുലകുടി ബന്ധത്തിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള സഹോദരന്മാർ സഹോദരിമാർ, അവരുമായുള്ള ബന്ധം നിലനിർത്തണം എന്നാണ്. അഥവാ ഏറ്റവും പ്രധാനമായ കാര്യമാണ് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം, ഈമാൻ. പക്ഷേ ആ വിശ്വാസം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പോലും രക്തബന്ധുക്കളോട് ബന്ധം നിലനിർത്തണം എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹിക്ക് നമ്മളെ ഇഷ്ടമുണ്ടാകുന്നത്, ആ റസൂലുള്ളാഹിൻ്റെ ചര്യയിൽ നമ്മൾ എത്തിപ്പെടുന്നത് ആ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോഴാണ്. അങ്ങനെ നബിയുടെ ചര്യയെ പിൻപറ്റുന്നവരാണ് നബിയെ സ്നേഹിക്കുന്ന ആളുകൾ. മൻ അഹബ്ബ സുന്നത്തി ഫഹുവ അഹബ്ബനി വകാന മഇയ ഫിൽ ജന്ന. ആരാണോ എൻ്റെ സുന്നത്തിനെ പിന്തുടരുന്നത്, അവർ ആരാണോ എൻ്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നത്, അവർ എന്നെ സ്നേഹിക്കുന്നവരാണ്, അവർ എന്നോടൊപ്പം സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന് കഴിയാത്ത ആളുകൾക്ക് ഇബ്രാഹിമി കുടുംബത്തിൻ്റെ സ്നേഹം കാണാൻ കഴിയില്ല. ഇതിന് സാധിക്കാത്ത ആളുകൾക്ക് പരിശുദ്ധ ഹറമിൽ വെച്ച് ഇബ്രാഹിം അലൈഹിസ്സലാമയെ ഓർമ്മിക്കാൻ കഴിയില്ല. സഫാ മർവക്കിടയിലുള്ള ഓട്ടത്തിനിടയിൽ ഹാജറ എന്ന കുടുംബിനിയെ കാണാൻ കഴിയില്ല. മിനായിൽ ചെല്ലുമ്പോൾ ഇഫ് അൽ മാ തുഅ്മർ സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, താങ്കൾ പിതാവേ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് പ്രകാരം താങ്കൾ ചെയ്തു കൊള്ളുക, എന്നെ താങ്കൾക്ക് ക്ഷമാശീലരിൽ കാണാൻ കഴിയുമെന്ന് വളരെ ആർജവത്തോടെ പറഞ്ഞ ആൺകുട്ടി ഇസ്മായിൽ അലൈഹിസ്സലാം അത് പറഞ്ഞ് കമിഴ്ന്ന് കിടന്നു എന്നാണ് ചരിത്രം. ആ മിനയിൽ വെച്ച് ഇസ്മായിലിനെ കാണാൻ കഴിയില്ല, ഇബ്രാഹിമിനെ കാണാൻ കഴിയില്ല, ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരാൻ പരിശ്രമിക്കാത്ത ആളുകൾക്ക്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ശ്രേഷ്ഠകരമായി മാറാൻ, നമ്മുടെ കർമ്മങ്ങൾ അർത്ഥപൂർണമായി മാറാൻ നമ്മൾ യഥാർത്ഥത്തിൽ ളുയൂഫുർ റഹ്മാൻ,
കാരുണ്യവാൻ്റെ അതിഥികളായി മാറാൻ യഥാർത്ഥത്തിൽ ഈ സുന്നത്ത് പിൻപറ്റാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും നല്ല സന്തോഷ അവസരങ്ങളിൽ, നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷ സന്ദർഭങ്ങളുണ്ടാകും. ആ സന്തോഷ അവസരങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ കൂടെ നമ്മുടെ ബന്ധുക്കൾ വേണമെന്ന്, നമ്മുടെ കുടുംബക്കാർ നമ്മുടെ കൂടെ വരണമെന്ന്. അങ്ങനെ നമ്മുടെ സന്തോഷാവസരങ്ങളിലേക്ക് ചിലരെയൊക്കെ നമ്മൾ ക്ഷണിച്ചില്ല എന്നതാണല്ലോ അവരും നമ്മളും തമ്മിൽ പിണക്കമുണ്ടാകാനുള്ള കാരണം. നമ്മുടെ ബന്ധുക്കളിൽ ചിലർ അവരുടെ സന്തോഷ സന്ദർഭങ്ങളിൽ, വിവാഹ മംഗള മുഹൂർത്തങ്ങളിൽ നമ്മെ ക്ഷണിച്ചില്ല എന്നതാണല്ലോ അവരോട് നമ്മൾ പിണങ്ങാനുണ്ടായ കാരണം. അപ്പോൾ സന്തോഷാവസരങ്ങളിൽ, ആഹ്ലാദത്തിൻ്റെ ആഘോഷത്തിൻ്റെ സന്ദർഭങ്ങളിൽ കുടുംബക്കാരെല്ലാവരും, കുട്ടികളും പേരമക്കളും അവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും എല്ലാവരും ഒന്നിച്ചുണ്ടാവുക എന്ന് പറയുന്നത് മാനുഷികമായ ഒരു ആഗ്രഹമാണ് എന്ന് നമുക്കറിയാം. എങ്കിൽ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിച്ച് നോക്കുക. സ്വർഗം മഹത്തരമായ ഒരു സന്തോഷമാണ്, ആഹ്ലാദത്തിൻ്റെ ഒരു സുന്ദര നിമിഷമാണ്. പക്ഷേ ആ സ്വർഗത്തിൽ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകണം എന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹമാണ്. വല്ലദീന ആമനൂ വത്തബഅഹും ദുർരിയ്യത്തുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തുഹും. സൂറത്ത് തൂറിൽ അല്ലാഹു തആല പറയുകയാണ്, വിശ്വസിക്കുകയും അവരുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും ചെയ്തുവോ. ആർ വിശ്വസിക്കുകയും അവരുടെ സന്താനങ്ങൾ ആ വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും ചെയ്തുവോ, അവരുടെ സന്താനങ്ങളെ നാം അവരോടൊപ്പം ചേർക്കും എന്നാണ്. അഥവാ സ്വർഗത്തിലെത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗത്തിൽ തൻ്റെ ഇഷ്ടക്കാരായ മക്കൾ, അവരുടെ സന്താനങ്ങൾ, അങ്ങനെ കുടുംബവും കൂട്ടുകാരും സ്വർഗത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ഒരാൾ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ആ കുട്ടികളെയും കുടുംബത്തെയും തൻ്റെ ആദർശത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. അവരെ കൂടി തന്നോടൊപ്പം മുക്മിനീങ്ങളാക്കി നിർത്തുക എന്നുള്ളതാണ്. അവരോടൊപ്പം അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും നമ്മൾ വിശ്വസിച്ച, നമ്മൾ ആചരിക്കുന്ന, നമ്മൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാക്കി മാറ്റാൻ ശ്രമിക്കുക എന്നതാണ്. അപ്പോൾ ഒറ്റക്ക്, കുടുംബത്തിൽ നിന്ന് ഒരാൾ ഒറ്റക്ക് ഒരു ആരാധന നിർവഹിക്കുന്നു എന്നതിന് പകരം ഒരുപക്ഷെ ഹജ്ജ് പോലെയുള്ള അതിമഹത്തരമായ കർമ്മങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ടായിരിക്കണം ഹജ്ജിന് ആ കുടുംബത്തിൽ നിന്ന് പോകുന്നയാൾ പോകേണ്ടത്. അയാൾക്ക് വേണ്ടി മാത്രമല്ല അയാളുടെ പ്രാർത്ഥന, അയാളുടെ കുടുംബത്തിന് വേണ്ടിയാണ് അയാളുടെ പ്രാർത്ഥന. അയാളുടെ മനസ്സിൽ ഓർമ്മയുള്ളത് അയാളുടെ കാര്യം മാത്രമല്ല, അയാളുടെ കാര്യം എന്നതു തന്നെ അയാളുടെ കുടുംബത്തിൻ്റെ കൂടി കാര്യമായി മാറുക എന്നതാണ്. ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. കുടുംബസമേതം സ്വർഗത്തിൽ താമസിക്കുന്ന ആളുകൾ പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അവരോട് എങ്ങനെയാണ് നിങ്ങൾ കുടുംബസമേതം ഇവിടെ എത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് അവർ പറയുന്ന ഉത്തരം, നാം മുമ്പ് നമ്മുടെ കുടുംബത്തിലുള്ളപ്പോൾ ഭയഭക്തി കാണിച്ചിരുന്ന ആളുകളായിരുന്നു എന്നതാണ്. അഥവാ സ്വർഗത്തിൽ ഒന്നിച്ച് കുടുംബസമേതം പ്രവേശിക്കപ്പെടുന്ന, അതിന് ഭാഗ്യം കിട്ടുന്ന ആളുകൾ, അങ്ങനെ പ്രവേശിപ്പിക്കപ്പെടാനുള്ള കാരണം അവരുടെ യോഗ്യത എന്ന് പറയുന്നത് ദുനിയാവിൽ, ഭൂമിയിൽ അവർ പടച്ച തമ്പുരാനെ ഭയപ്പെട്ട് ഭയഭക്തിയോടുകൂടി ജീവിച്ചിരുന്നു എന്നതാണ്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അത് പറയുന്നുണ്ട്. എന്താണ് ഭയഭക്തി, എന്താണ് തഖ്വ എന്ന് പറയുന്നുണ്ട്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ വൽകാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. തഖ്വയുള്ള ആളുകളെ വിശദീകരിക്കുകയാണ്. സ്വർഗം എന്ന് പറയുന്നത് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ സ്വർഗം എന്ന് പറയുന്നത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ആരാണ് മുത്തഖീങ്ങൾ എന്ന് വിശദീകരിക്കുകയാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം ചെലവഴിക്കുന്ന ആളുകൾ. വൽ കാളിമീനൽ ഗൈൾ, കോപം വരുമ്പോൾ അതിനെ വിഴുങ്ങിക്കളയുന്ന ആളുകൾ. വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകൾ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു അങ്ങനെ നന്മയുള്ള ആളുകളെ, ഇഹ്സാനുള്ള ആളുകളെ സ്നേഹിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ആയത്തിറങ്ങിയ ഒരു പശ്ചാത്തലമുണ്ട്. ലോകത്തുള്ള മുഴുവൻ കുടുംബങ്ങളിലെയും മുഴുവൻ കുടുംബ പ്രശ്നങ്ങളും പരിഹരിക്കാൻ മാത്രം കരുത്തുള്ള ഒരു പശ്ചാത്തലമാണ് ഈ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ നിന്ന്
നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും. ജനങ്ങളുടെ തെറ്റുകൾ, ജനങ്ങളുടെ കുറ്റങ്ങൾ, ജനങ്ങളുടെ കുറവുകൾ അവർക്ക് പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. വലിയ ത്യാഗവും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളുകൾക്ക് സാധിക്കുന്ന കാര്യമാണ്. നമ്മോട് ഒരുപക്ഷെ അക്രമം കാണിക്കുന്നവരെ തിരിച്ച് നമ്മൾ ആക്രമിക്കാതിരിക്കും നമ്മുടെ കഴിവുകേട് കൊണ്ട്. തിരിച്ചടിക്കാനുള്ള ശേഷിക്കുറവ് കൊണ്ട് ഒരുപക്ഷെ തിരിച്ചടിക്കാതിരിക്കും. എന്നാൽ തിരിച്ചു വല്ലതുമൊക്കെ ചെയ്യാൻ കഴിവുണ്ടായിരിക്കെ, അവരാക്രമിക്കാൻ കഴിവുണ്ടായിരിക്കെ തന്നെ അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളത്, അവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത്, ഒന്നുമൊന്നും അവശേഷിക്കാതെ മനസ്സ് ശുദ്ധമാക്കി വെക്കുക എന്ന് പറയുന്നത് വലിയ മനസ്സിൻ്റെ, ഈമാനുള്ള മനസ്സിൻ്റെ, തഖ്വയുള്ള മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ നമുക്ക് കാണാമല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിസ്തഹിന് ഞാനിനിയൊന്നും കൊടുക്കില്ല എന്ന് ശപഥം ചെയ്തിരുന്ന ഒരു സന്ദർഭം നമ്മൾ ധാരാളമായിട്ട് അത് കേട്ടിട്ടുള്ളതാണ്. വളരെ പ്രസക്തമായ ഒരു സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നേരെ ഉണ്ടായ അപവാദ പ്രചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ അപവാദ പ്രചരണം കേവല അപവാദം മാത്രമാണ് എന്ന്, തെറ്റായ ഒരു വാർത്ത പ്രചരിപ്പിച്ചതാണ് എന്ന്, അതിൽ ശരിയുടെ അംശം പോലുമില്ല എന്ന്, ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയും നിഷ്കളങ്കയുമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കിക്കൊണ്ട് അല്ലാഹു തആല വിശദമാക്കിയ സന്ദർഭം, അന്ന് ഇല്ലാത്ത പ്രചരണം നടത്താൻ വേണ്ടി നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ അതിൽ പങ്കുവഹിച്ച മിസ്തഹ് എന്ന് പറയുന്ന കുടുംബക്കാരനെക്കുറിച്ച്, ബന്ധുവിനെക്കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണത്. ആ ബന്ധുവാകട്ടെ സിദ്ദീഖുൽ അക്ബറിൻ്റെ സഹായത്തോടുകൂടി, ഔദാര്യത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ജീവിക്കുന്ന മിസ്തഹിനെക്കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ അവനൊന്നും കൊടുക്കൂല. പക്ഷേ അങ്ങനെ പറഞ്ഞത് ഭൗതികമായ വീക്ഷണത്തിൽ നമ്മൾ മനുഷ്യർ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഒരുപക്ഷെ തെറ്റായ ഒരു കാര്യമല്ല. കാരണം സ്വന്തം മകളെക്കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു മോശത്തരം പറഞ്ഞയാൾക്ക് ഒന്നും കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അള്ളാഹു അത് തിരുത്തുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് അവരോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. നിങ്ങൾ വിഭവങ്ങൾ കുറഞ്ഞ ആളുകളോട് വിഭവങ്ങൾ കയ്യിലുള്ള ആളുകൾ ഇനിയൊന്നും തരില്ല എന്ന് പറയാൻ പാടില്ല. അവർക്ക് കൊടുക്കണം, അവർക്ക് കൊടുക്കണം, അവർക്ക് പുറത്തു കൊടുക്കണം, അവരുടെ വീഴ്ചകൾ അവർക്ക് പുറത്തു കൊടുക്കണം. കുടുംബത്തിൽ പല ആളുകളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മിസ്തഹിനേക്കാൾ വലിയ ഒരു അപരാധം നമ്മുടെ കുടുംബത്തിൽ ആരും നമ്മളോട് ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിക്ക് നേരെ അപവാദം പ്രചരിപ്പിക്കുക എന്നതിനേക്കാൾ വലിയ ഒരു തെറ്റ് ഒരു മുഅ്മിനിന് മറ്റെന്താണുള്ളത്? പക്ഷേ ആ തെറ്റ് ചെയ്ത മനുഷ്യനോട് പുറത്തു കൊടുക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു എന്ന് വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കൽപ്പന കേട്ടുകൊണ്ട് ഇനി ഞാൻ മിസ്തഹിന് ഇതുവരെ കൊടുത്തതിൻ്റെ ഇരട്ടി കൊടുക്കുമെന്ന് പറയാൻ ആർജവം കാണിക്കുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, ലോകത്തുള്ള സകല കുടുംബങ്ങളിലെയും കുടുംബ തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും ആവലാദികളും വേവലാദികളും എല്ലാം പരിഹരിക്കാൻ പോന്ന അത്യപൂർവമായ ഒരു സന്ദർഭത്തിനാണ് ആ ആയത്തിൻ്റെ പശ്ചാത്തലം സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ ആ പരിശുദ്ധ ഖുർആനിൽ ആയത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറയുന്നു. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നാണ്. അള്ളാഹു പുറത്തു തരണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ ഉംറക്ക് പോകുന്നത്. അള്ളാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് കിട്ടാൻ വേണ്ടിയാണല്ലോ ഹജ്ജിന് പോകുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തും റഹ്മത്തുമാണല്ലോ നിസ്കരിക്കുന്ന ഒരാൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവിൻ്റെ മഹത്തായ പാപമോചനം ലഭിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോകണമെന്നതുകൊണ്ടാണല്ലോ സക്കാത്ത് നൽകുന്നത്. എല്ലാ കർമ്മങ്ങളും അതിനുവേണ്ടിയാണ്. എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന ഉപദേശമാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്നത്. കുടുംബത്തിലുള്ള ആളുകൾ ഒരു പക്ഷേ ഇത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളായിക്കൊള്ളണം എന്നില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ ഈ അർത്ഥത്തിൽ ഉൾക്കൊണ്ട ആളുകളായിക്കൊള്ളണം എന്നില്ല. അവർ ജീവിച്ച ചുറ്റുപാടുകൾ, അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും ഖുർആനിനെയോ ദീനിനെയോ വേണ്ട വിധം ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കൊള്ളണം എന്നില്ല. പക്ഷേ അവരോട് ഉപദേശിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അല്ലാഹു തആല നമ്മോട് പറയുന്നത് നിങ്ങൾ സ്വർഗത്തിലെത്തണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് മാത്രമല്ല, ഖൂ അൻഫുസകും വ അഹ്ലിക്കും നാറ, നിങ്ങളെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ അഹ്ലുകാരെ, നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്നാണ്.
നരകത്തിൽ നിന്നും, കല്ലുകൾ ഇന്ധനമായുള്ള ചുട്ടുപഴുത്ത നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. ആരാണ് കുടുംബം? സ്വന്തം ഭാര്യയും മക്കളും മാത്രമല്ല. ഈ ആയത്തിൻ്റെ വിശദീകരണം എന്നത് ഈ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രവൃത്തി പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഖു അൻഫുസകും വഅഹ്ലീകും നാറ എന്ന ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തി ഉപദേശിച്ച് പിരിച്ചുവിടുകയല്ല ചെയ്തത്. പിന്നെയോ സമൂഹ മധ്യത്തിലേക്ക് ചെന്നിട്ട് സ്വന്തം കുടുംബക്കാരെ, വിശാലമായ കുടുംബക്കാരെ, മുത്താപ്പാൻ്റെ മക്കളെ, അതുപോലെ തന്നെ ആ മക്ക പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെ മുഴുവനും അഭിസംബോധന ചെയ്തിട്ട് യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശ് ഗോത്രത്തിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്, ആ ഗോത്രത്തെ മുഴുവനായും വിളിക്കുകയാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ വിശാലത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് യാ മഅ്ശറ ഖുറൈശ്, അല്ലയോ ഖുറൈശ് സമൂഹമേ, ഇഷ്തറൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ വിലക്ക് വാങ്ങിക്കൊള്ളുക. ലാ ഉഗ്നി അൻകും മിനല്ലാഹി ഷൈഅ, അല്ലാഹുവിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങിത്തരാൻ എനിക്ക് സാധ്യമല്ല. പിന്നീട് വിളിച്ചു യാ ബനി അബ്ദു മനാഫ്, അബ്ദു മനാഫിൻ്റെ മക്കളെ, ലാ ഉഗ്നി അൻകും മിനല്ലാഹി ഷൈഅ, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന്, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് നബി എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിത്തരാൻ എനിക്ക് സാധ്യമല്ല. നിങ്ങൾ നിങ്ങളുടെ പരലോക വിജയം ഉറപ്പുവരുത്തണം എന്ന് ഉപദേശിക്കുകയാണ്. ഇങ്ങനെ വിശാലമായ അർത്ഥത്തിൽ കുടുംബത്തെ കാണാനാണ് നബി പഠിപ്പിച്ചത്. ആ വിശാലമായ അർത്ഥത്തിലുള്ള എല്ലാ കുടുംബക്കാരോടും നസീഹത്ത്, എല്ലാ കുടുംബക്കാരോടും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപദേശം നൽകുക എന്ന് പറയുന്നതും നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ ഓരോരുത്തരെ വിളിച്ചു. യാ സഫിയ്യത്ത് അമ്മത്ത് മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ അമ്മായിയായ സഫിയ. അതുപോലെ യാ ഫാത്തിമ ബിൻത്ത് മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ. ഓരോരുത്തരെ വിളിച്ചു. എന്നിട്ട് ലാ ഉഗ്നി അൻകും മിനല്ലാഹി ഷൈഅ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഅ, നിനക്ക് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിത്തരാൻ എനിക്ക് സാധ്യമല്ല എന്ന മുന്നറിയിപ്പ്, നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, പരലോകത്ത് രക്ഷപ്പെടാനുള്ള മുന്നറിയിപ്പ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി എന്നതാണ്. അതുകൊണ്ട് കുടുംബക്കാർക്ക് അത്തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകാൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ, അത്രത്തോളം നമുക്ക് കഴിവില്ലെങ്കിൽ, സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അറിവുള്ള ആളുകളുടെ വിജ്ഞാന സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അത്തരം സദസ്സുകളിലേക്ക് നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന പുസ്തകങ്ങളോ പ്രഭാഷണത്തിൻ്റെ കാസറ്റുകളോ നൽകിക്കൊണ്ടൊക്കെ നമുക്ക് ഈ ബാധ്യത നിർവഹിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരെ സ്നേഹിച്ചു. പ്രത്യേകമായി കുടുംബക്കാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് സൽക്കാരങ്ങൾ സംഘടിപ്പിച്ചു, നല്ല ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ആ ഭക്ഷണത്തിന് ശേഷം അവരുമായി സൗഹൃദ സംഭാഷണം നടത്തി. എന്നിട്ട് അള്ളാഹുവിനെക്കുറിച്ച് ഉത്ബോധിപ്പിച്ചു, ഓർമ്മിപ്പിച്ചു. ഇങ്ങനെ കുടുംബക്കാരുമായി എങ്ങനെയെല്ലാം നല്ല ബന്ധങ്ങൾ നിലനിർത്താമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ അങ്ങോട്ട് കുടുംബ ബന്ധം പുലർത്തുമ്പോഴെല്ലാം അയാൾ ഇങ്ങോട്ട് പിണങ്ങുകയാണ്, തെറ്റി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത് ഇനി നീ അങ്ങോട്ട് പോകണ്ട എന്നല്ല, നീ നിൻ്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അത് സ്നേഹം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഉള്ള ഇടപെടലുകൾ നടത്തണമെന്നാണ്. സമ്മാനങ്ങൾ നൽകിക്കൊണ്ട്, സമ്മാനങ്ങൾ കൈമാറിക്കൊണ്ട്, അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ട്, ഇഷ്ടമുള്ള പേരുകൾ വിളിച്ചുകൊണ്ട്, കുടുംബ സന്ദർശനം നടത്തിക്കൊണ്ട്, രോഗികളെ പരിചരിച്ചുകൊണ്ട് എല്ലാം ആ കുടുംബവുമായിട്ടുള്ള ബന്ധം നിലനിർത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇങ്ങോട്ട് വരാത്ത ആളുകളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ട് പൊരുത്തപ്പെടിയിക്കുകയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അതെടുത്തു പറഞ്ഞ് മാപ്പ് ചോദിക്കുകയും ചെയ്യുക എന്നത് ഉത്കൃഷ്ടമായ ഒരു സ്വഭാവമാണ്. നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെപ്പോലും നമ്മൾ അവഗണിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ബിഹസ്ബിമ്രിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ നിസ്സാരനായി കാണുക എന്നത് തന്നെ മതി അയാൾ പാപിയായി തീരാൻ എന്നതാണ്. അങ്ങനെ കുടുംബത്തിൽ ഉള്ള വിശ്വാസികളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് അള്ളാഹു സന്തോഷവാർത്ത അറിയിച്ചത് പ്രകാരം കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ മൻ സ്വലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം വ ദുർരിയാതിഹിം, അവരിൽ നിന്ന് വിശ്വാസികളായ മക്കളെ, വിശ്വാസികളായ ഭാര്യമാരെ, വിശ്വാസികളായ പിതാക്കളെയാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന
എല്ലായ്പ്പോഴും നമ്മൾ നിലനിർത്തണം. പ്രത്യേകിച്ച് ഹജ്ജ് പോലെയുള്ള സന്ദർഭങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സവിശേഷമായ സന്ദർഭങ്ങളിലെല്ലാം കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾക്ക് അതിൽ മുന്തിയ പരിഗണന നൽകണം. മാതാപിതാക്കളിൽ തന്നെ മാതാവിന് മുന്തിയ പരിഗണന നൽകണം. അതിനുശേഷം പിതാവ്, പിന്നീട് ഭാര്യയും മക്കളും, പിന്നീട് ജ്യേഷ്ഠനും അനുജനും, അങ്ങനെ കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും മുന്തിയ പരിഗണന നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ആലോചനയിലുമൊക്കെ ഉണ്ടാകണം എന്നാണ്. നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴുള്ള നമ്മുടെ യാത്ര സുഖകരമായി മാറാൻ വേണ്ടി ഉള്ള പ്രാർത്ഥനയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അല്ലാഹുമ്മ അൻത സ്വാഹിബ് ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. നീ എൻ്റെ യാത്രയിലെ എന്നോടൊപ്പമുള്ള കൂട്ടുകാരനാകണം. അതുപോലെ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, അതുപോലെ എൻ്റെ കുടുംബത്തിൻ്റെ പ്രതിനിധി. ഞാനില്ലാത്തപ്പോൾ എൻ്റെ അഭാവത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഖലീഫ നീയാകണം എന്ന് ആ പ്രാർത്ഥനയിലുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അഭാവത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രതിനിധി, നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പ്രതിനിധി അല്ലാഹു റബ്ബുൽ ഇസ്സത്താകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ആ കുടുംബം എന്ന് പറയുന്നത് അള്ളാഹുവിന് പൊരുത്തവും ഇഷ്ടവും ഉള്ളതാക്കി മാറ്റാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ്. വല്ലദീന യഖൂലൂൻ, അവരുടെ പ്രാർത്ഥന എന്താണ്? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിന വദുർരിയാത്തിന ഖുർറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നാണ്. വിശ്വാസികളുടെ പ്രാർത്ഥനയാണത്. കുടുംബത്തിൽ നിന്ന് കൺകുളിർമ തേടിക്കൊണ്ട്, കുടുംബത്തിൽ നിന്ന് കൺകുളിർമ ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയാണ് മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ കൺകുളിർമ എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കുടുംബത്തിന് ലഭിച്ച കൺകുളിർമയാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമയിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് കൺകുളിർമയുണ്ടാകുന്നത് ഇസ്മായിൽ അലൈഹിസ്സലാമയുടെ വലിയ വീട് കൊണ്ടല്ല, വലിയ കൊട്ടാര സമാനമായ വീടുണ്ടാക്കിയത് കൊണ്ടല്ല, ഒരുപാട് സമ്പാദ്യങ്ങൾ നേടിയെടുത്തു എന്നതുകൊണ്ടല്ല, നല്ല വാഹനത്തിൽ സഞ്ചരിച്ചു എന്നതുകൊണ്ടല്ല, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ആദർശം സ്വീകരിച്ചു എന്നതാണ് ആ കൺകുളിർമയുടെ കാരണമെങ്കിൽ, അങ്ങനെ സ്വന്തം കുടുംബങ്ങളിൽ നിന്നുള്ള കൺകുളിർമ എന്ന് പറയുന്നത് കുടുംബം നമ്മോടൊപ്പം ദീനിൽ തന്നെ മുന്നേറുക എന്ന് പറയുന്നതാണ്. അതിന് നമ്മളിൽ നിന്ന് ദീൻ സ്വീകരിക്കാൻ, നമ്മുടേതായ യഥാർത്ഥത്തിൽ ആദർശത്തിൽ അവരും നമ്മോടൊപ്പം കൂടെ ഉണ്ടാകണമെങ്കിൽ അവരോടുള്ള നമ്മുടെ ബന്ധത്തിന് ഏറ്റവും നല്ല ഊഷ്മളതയുണ്ടാകണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞല്ലോ, നീ ഉത്കൃഷ്ട സ്വഭാവമുള്ളവനായിരുന്നില്ലെങ്കിൽ നിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് അവർ പിരിഞ്ഞു പോകുമായിരുന്നു എന്ന്. നാം നമ്മുടെ കുടുംബത്തോട് എவ்விധം പെരുമാറുന്നുവോ അவ்விധമാണ് കുടുംബം നമ്മോടൊപ്പം നിൽക്കുക എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇബ്രാഹിമി മില്ലത്ത് പിൻപറ്റിക്കൊണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കുടുംബത്തെ അനന്തരമെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതുപോലെ ഇബ്രാഹിമിൻ്റെ കുടുംബം പോലെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം അങ്ങനെയായി മാറിയത് നമുക്കറിയാം. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കുടുംബം പോലെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം പോലെ, സഹാബികളിലെ മുൻഗാമികളിലെ സച്ചരിതരായ ആ സലഫ് സ്വാലിഹീങ്ങളുടെ കുടുംബം പോലെ ഏറ്റവും സന്തോഷകരമായ കൺകുളിർമ നൽകുന്ന, ഈ ലോകത്ത് മാത്രമല്ല അങ്ങ് പരലോകത്ത് സ്വർഗത്തിലോളം ഉയർന്ന് വളർന്നു നിൽക്കുന്ന നല്ല കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ മാറ്റാൻ ആവശ്യമായ എല്ലാ സംവിധാനവും, മുന്നൊരുക്കവും, പഠനവും അന്വേഷണവും നമുക്ക് നടത്താം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തെ നരകത്തിലും സ്വർഗത്തിലുമായി വിഭജിക്കപ്പെടുന്ന അതിദയനീയമായ അവസ്ഥയിൽ നിന്ന് അല്ലാഹു തആല നമ്മുടെ കുടുംബങ്ങളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തൃപ്തിപ്പെട്ട രീതിയിൽ ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളും അവൻ്റെ അതിഥികളുമായി മാറാൻ നമുക്ക് അല്ലാഹു തആല സവിശേഷമായ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.